ഹലോ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേൾ വിത്ത് വിങ്സ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് 700+ എന്ന ഡ്രീം സ്കോറിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിത്. അതായത് ബയോളജി ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആൻഡ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ആ ലിങ്ക് ചെക്ക് ചെയ്യണം. ഇതെന്ന് പറയുന്ന ബയോളജി ക്ലാസിഫിക്കേഷൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് കിങ്ഡം മൊനേറയാണ്. നമ്മളുടെ ഫസ്റ്റ് കിങ്ഡത്തിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കിങ്ഡത്തിൻ്റെ പേരാണ് കിങ്ഡം മൊനേറ. അപ്പോൾ എന്താണ് കിങ്ഡം മൊനേറയിൽ ഏറ്റവും കൂടുതലുള്ളത് ബാക്ടീരിയാസ് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ, ബാക്ടീരിയാസ് ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊനേറ. അതായത് കിങ്ഡം മൊനേറയിലെ ഒരേ ഒരു അംഗങ്ങൾ, അതായത് സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ബാക്ടീരിയയാണ്. ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നീറ്റ് എക്സാമിന് ഇപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ദേ ആർ ദ മോസ്റ്റ് അബോണ്ടൻറ്റ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ്, അതായത് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ബാക്ടീരിയാസ് ആണ്. അതുപോലെ തന്നെ ബാക്ടീരിയാസ് ഒക്കേഴ്സ് ഓൾമോസ്റ്റ് എവ്രിവെയർ. അതായത് എല്ലായിടത്തും നമുക്ക് എന്ത് കാണാൻ പറ്റും? ബാക്ടീരിയാസിന് കാണാൻ പറ്റും. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയാസ് ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് സോയിൽ. അതായത് നമ്മൾ ഒരു പിടി മണ്ണെടുത്താൽ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ടാവും. അതേപോലെ തന്നെ അടുത്ത സെൻറ്റൻസ് ആണ് ദേ ഓൾസോ ലീവ് ഇൻ എക്സ്ട്രീം ഹാബിറ്ററ്റ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്സ്, സ്നോ, ഡീപ്പ് ഓഷൻസ് വെയർ വെരി ഫ്യൂ അതർ ലൈഫ് ഫോംസ് ക്യാൻ സർവൈവ്. അതായത് മറ്റ് ജീവികൾക്കൊന്നും ജീവിക്കാൻ സാധിക്കാത്ത കഠിനമായ സാഹചര്യങ്ങൾ, ദാറ്റ് ഈസ് എക്സ്ട്രീം ഹാബിറ്ററ്റ്സിൽ ആരെ കാണാൻ പറ്റും? ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്സ് എന്താണ്? തിളയ്ക്കുന്ന നീരുറവകൾ, അതാണ് നമ്മളുടെ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തയാണ് ഡെസേർട്സ്. ഡെസേർട്സ് എന്താണ്? മരുഭൂമികൾ. സ്നോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ, അവിടെയും. പിന്നെ ഡീപ്പ് ഓഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ആഴക്കടൽ, അവിടെയും എന്തിനെ കാണാൻ പറ്റും? നമ്മുടെ ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് മെനി ഓഫ് ദം ലീവ് ഇൻ ഓർ ഓൺ ആസ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കും. അത് പുറത്തും ജീവിക്കും അകത്തും ജീവിക്കും, പാരസൈറ്റ്സ് ആയിട്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. അടുത്ത പാരഗ്രാഫിൽ നമ്മുടെ ബാക്ടീരിയാസ് ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് സെൻറ്റൻസിനെ പറയുന്നത്. ബാക്ടീരിയാസ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, ഇനി അടുത്തയാണ് ദ സ്പെറിക്കൽ കോക്കസ്. ആ ഷേപ്പിന് ഫസ്റ്റ് ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്ന സ്പെറിക്കൽ ആയിട്ടുള്ള ഉണ്ട പോലെ ഇരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് കോക്കസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗോളാകൃതിയിലുള്ളവയാണിത്. നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് പടം കാണാൻ പറ്റും. ഇതാണ് കോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തയാണ് നമുക്ക് ബാസിലസ് എന്ന് പറയുന്നത്. ബാസിലസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാറ്റ് പോലെ ഇരിക്കും. ഇതിനകത്ത് എന്ത് കാണാൻ പറ്റും? നമുക്ക് സ്പോർസിനെ കാണാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് എന്തിനെ കാണാൻ പറ്റും? സ്പോർസിനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സ്പോർസ് ഉള്ള ബാറ്റ് പോലെ ഇരിക്കുന്ന സാധനമാണ് ബാസിലസ്. ബാസിലസ് ഫോർ ബാറ്റ്. ഇനി സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് സ്പൈറില്ല. ഈ സ്പൈറില്ലയുടെ പ്രത്യേകതയാണ് ഫ്ലജല്ല ഉണ്ടാവും. ഇനി അടുത്തയാണ് നമ്മുടെ കോമ ഷേപ്ഡ് ആയിട്ടുള്ള വിബ്രിയോ, അല്ലെങ്കിൽ നമ്മൾ വിബ്രിയം എന്ന് പറയും. വിബ്രിയോ. അപ്പോൾ ഈ വിബ്രിയോ എന്ന് പറയുന്ന കോമാകൃതിയിലാണ് ഉള്ളത്. ഓക്കെ, ഇത്രയുമാണ് ബാക്ടീരിയാസ് നമ്മൾ ഷേപ്പ് അനുസരിച്ച് ബാക്ടീരിയാസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അപ്പോൾ അടുത്ത പേജിൽ എന്താ പറയുന്നത്? ഈ ഒരു പേജിൽ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, അതിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദോ ദ ബാക്ടീരിയൽ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ, ദേ ആർ വെരി കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. അതായത് നമ്മുടെ ബാക്ടീരിയകളുടെ ഘടന, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളാണ്, അതായത് ലളിതമാണെങ്കിലും അവരുടെ സ്വഭാവം, അതായത് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? വളരെ സങ്കീർണമാണ്. അതാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഭയങ്കര സിമ്പിളാണ്. ഒരു പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം അല്ലേടാ. അപ്പോൾ അവരുടെ സ്ട്രക്ചർ അത്രയും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. പക്ഷേ അവർ ഭയങ്കര ബിഹേവിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സങ്കീർണമായിട്ടുള്ള ബിഹേവിയറാണ്. നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണല്ലേ. അപ്പം ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ് പറയുന്നത്,
compared to many other organisms, bacteria as a group show most extensive metabolic diversity. അതായത് മറ്റെല്ലാ ജീവികളെയും താരതമ്യം ചെയ്യുമ്പോൾ ബാക്ടീരിയകളിലാണ് ഏറ്റവും കൂടിയ തോതിലുള്ള മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. അതെന്ന് വെച്ചാൽ എന്താ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? അതായത് ഭക്ഷണവും ഊർജ്ജവും ഉൽപ്പാദിപ്പിക്കുന്നതിലെ വൈവിധ്യം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളെ, മറ്റുള്ള ഓർഗാനിസംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ബാക്ടീരിയാസിനാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്? സം ഓഫ് ദ ബാക്ടീരിയ ആർ ഓട്ടോട്രോപിക്. അതായത് ചില ബാക്ടീരിയകൾ ഓട്ടോട്രോപിക് ആണ്. ഓട്ടോട്രോപിക്കിൻ്റെ മലയാളം എന്താ? സ്വയം ഭോജികളാണ്. അതായത് അവ ജൈവ വസ്തുക്കളിൽ, ദാറ്റ് ഈസ് ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റിൽ നിന്ന് സ്വന്തമായിട്ട് ഭക്ഷണങ്ങൾ നിർമ്മിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോപിക് അല്ലെങ്കിൽ സ്വയഭോജികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലേ, ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോപിക് എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് ആണ് ദേ മേ ബി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക് ഓർ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക്. അപ്പോൾ ഇവർ ഓട്ടോട്രോപിക് ആണെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ആ ഓട്ടോട്രോപിക്സ് അവർ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെന്താവും? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക്. അതായത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക് എന്ന് വെച്ചാൽ എന്താടാ? അതായത് ഇവ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക് എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഉപയോഗിച്ച് ഈ ട്രീസൊക്കെ ഓക്സിജൻ നിർമ്മിക്കുന്നതിനെ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നില്ലേ? അതേപോലെ തന്നെ ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും? സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇതും കൂടെ കാണിക്കുന്നുണ്ട്. അതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? കീമോ, അപ്പോൾ തന്നെ മനസ്സിലായില്ലേ? കെമിക്കൽസ്, അതായത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അവർ ഭക്ഷണങ്ങൾ നിർമ്മിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയാസ് ആർ ഹെട്രോട്രോപ്സ്. അതായത് എന്താണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്? പരഭോജികൾ എന്ന് പറയും. അതായത് മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഭൂരിഭാഗം ബാക്ടീരിയകളും ആരാണ്? ഹെട്രോട്രോപ്സ് ആണ്. അത് പറയുന്നുണ്ട്. ദേ ഡിപ്പെൻസ് ഓൺ അതർ ഓർഗാനിസംസ് ഓർ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. അതായത് മറ്റ് ജീവികളെയോ അല്ലെങ്കിൽ ചത്ത് ജീർണിച്ച അവശിഷ്ടങ്ങളെയോ, അതായത് ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഈ ഡെഡും ഡീക്കിങ് ആയിട്ടുള്ള സാധനങ്ങളെ ഇതാക്കുന്നതിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, സാപ്രോഫൈറ്റ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ആർക്കിയ ബാക്ടീരിയ. അപ്പോൾ എന്താണ് ഈ ആർക്കിയ ബാക്ടീരിയ എന്ന് പറയുന്നത്? അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്ന എന്താണ്? ദീസ് ബാക്ടീരിയ ആർ സ്പെഷ്യൽ സിൻസ് ദേ live in some of the most harsh habitats such as extreme salty areas, that is halophiles, hot springs, that is thermoacidophytes, and marshy areas, that is methanogens. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഈ ബാക്ടീരിയകൾ വളരെ പ്രത്യേകതയുള്ളവയാണ്, അതായത് സ്പെഷ്യലാണ്. അതിൻ്റെ റീസൺ എന്താണ്? കാരണം ജീവിക്കാൻ ഏറ്റവും പ്രയാസമേറിയ സാഹചര്യങ്ങളിലും, ദാറ്റ് ഈസ് ഹാർഷ് ഹാബിറ്ററ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അത്രയും പ്രയാസമുള്ള സാഹചര്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഷ് ഹാബിറ്ററ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർഷ് ഹാബിറ്ററ്റ്സ് സച്ചാസ് എന്തൊക്കെ ഇവിടെ പറയുന്നത്? എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, അതാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അതായത് ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ കടുത്ത ഉപ്പ് രസമുള്ള സ്ഥലങ്ങൾ. ഹാലോ, ദാറ്റ് ഈസ് ഉപ്പ് രസം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡല്ലേ. അതുപോലെ തന്നെ അടുത്തെയാണ് ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സിലുള്ളവരെ പറയുന്നത് എന്താണ്? തെർമോ ആസിഡോഫൈറ്റ്സ്. തെർമോ ആസിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹോട്ട് സ്പ്രിങ്സിലുള്ളവരെ. അടുത്തെയാണ് മാർഷി ഏരിയാസ്. അതായത് മാർഷി ഏരിയാസ് എന്ന് വെച്ചാൽ ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കുന്നവരാണ് മെത്തനോജൻസ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഹാലോഫൈൽസ്, ദാറ്റ് ഈസ് സോൾട്ടി ഏരിയാസിൽ, അതിൽ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നവരാണ് തെർമോ ആസിഡോഫൈറ്റ്സ്. അതേപോലെ മാർഷി ഏരിയാസിൽ ജീവിക്കുന്നവർ എന്താണ് പറയുന്നത്? മെത്തനോജൻസ്. അപ്പോൾ ഇത്രയും പഠിക്കണം. ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ബിക്കോസ് നീറ്റ് എക്സാമിന് എപ്പോഴും ഇതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? നമുക്ക് ഹാലോഫൈൽസ് ഉണ്ട്, തെർമോ ആസിഡോഫൈറ്റ്സ് ഉണ്ട്, മെത്തനോജൻസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നീറ്റ് എക്സാമിന് ഉറപ്പായിട്ടും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി എന്താണ് ഈ ആർക്കിയ ബാക്ടീരിയ നമ്മുടെ സാധാ ബാക്ടീരിയയിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്? അതിൻ്റെ റീസണാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആർക്കിയ ബാക്ടീരിയ ഡിഫറെൻറ്റ് ഫ്രം അതർ ബാക്ടീരിയ
in having a different cell wall structure, and this feature is responsible for their survival in extreme conditions. അതായത് നമുക്കൊരു ഡൗട്ട് തോന്നില്ലേ, എന്തുകൊണ്ടാണ് ഈ ബാക്ടീരിയസ് എന്ത് ചെയ്യുന്നത് എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ സർവൈവ് ചെയ്യുന്നത്? അതിൻ്റെ റീസണാണ് എന്ത്, അവരുടെ സെൽ സ്ട്രക്ചർ. അവരുടെ സെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മറ്റുള്ള ബാക്ടീരിയാസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് യു ബാക്ടീരിയ. അപ്പോൾ എന്താണ് യു ബാക്ടീരിയ, അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്ന ഇതാണ്, ദെയർ ആർ തൗസൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് യു ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ. അപ്പോൾ നമുക്ക് ഈ യു ബാക്ടീരിയനെ പറയുന്ന വേറൊരു പേരാണ് എന്താണ്, ഈ ട്രൂ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്, അതായത് തൗസൻഡ്സ് ഓഫ്, അതായത് 1000-ലധികം വ്യത്യസ്ത ഇനം യു ബാക്ടീരിയകൾ ഉണ്ട് ഈ ലോകത്ത്. അതായത് ദെയർ ആർ തൗസൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് യു ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ. ഇനി ആ യു ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്ത പറയുന്നത്. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ ആൻഡ് ഈഫ് മോട്ടൈൽ എ ഫ്ലജല്ല. അതായത് ഇവയ്ക്ക് ഉറപ്പുള്ള ഒരു കോശഭിത്തി, അതാണ് റിജിഡ് സെൽവാൾ എന്ന് പറയുന്നത്. കോശഭിത്തി അല്ലെങ്കിൽ സെൽവാൾ എന്ന് പറയുന്നത് നല്ല റിജിഡ് ആയിരിക്കും, ഉറപ്പുള്ളതായിരിക്കും. ആൻഡ് ഇഫ് മോട്ടൈൽ, അതായത് ഇവയ്ക്ക് ചലിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, ഒരു ഫ്ലജല്ലം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. എന്താണ് ഈ ഫ്ലജല്ലം എന്ന് പറയുന്നത്? ഫ്ലജല്ലം എന്ന് പറയുന്നത് ചലിക്കാൻ സഹായിക്കുന്ന ഈ വാല് പോലെയുള്ളത്. ഇതിപ്പം ഇങ്ങനെ വാല് പോലെ, ഇതൊരു യു ബാക്ടീരിയ എന്ന് വിചാരിച്ചു. ഈ യു ബാക്ടീരിയയ്ക്ക് ഇങ്ങനെ വാല് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇതാണ് വാല് പോലത്തെ, ഇതാണ് ഫ്ലജല്ലം എന്ന് പറയുന്നത്. ഈ ഫ്ലജല്ലം എന്തിനെ ഹെൽപ്പ് ചെയ്യും, മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇഫ് മോട്ടൈൽ എ ഫ്ലജല്ലം. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ദ സൈനോ ബാക്ടീരിയ ഓൾസോ റെഫേർഡ് ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. അതായത് സൈനോ ബാക്ടീരിയകൾക്ക് എന്തുണ്ടാവും, പച്ച ചെടികളിലുള്ളതുപോലെ എന്തുണ്ടാവും, ക്ലോറോഫിൽ എ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസിന്തസിസ് വഴിയിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈനോ ബാക്ടീരിയ ആരാണ്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അവർക്ക് എന്തുണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട് സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി അടുത്തയാണ് ഈ സൈനോ ബാക്ടീരിയകളുടെ പ്രത്യേകതയാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലുലാറാണ്, കൊളോണിയലാണ്, ഓർ ഫിലമെൻ്റസ് എന്ന് പറയും. അതായത് ഇവ ഏകകോശ ജീവികളാകാം, അല്ലെങ്കിൽ കൂട്ടമായിട്ട് ജീവിക്കുന്നവരാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളോണിയൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഫിലമെൻ്റസ്, അതായത് നൂല് പോലെ ഉള്ളവയെ ആകാൻ പറ്റും. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഹാബിറ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇവർ ഫ്രഷ് വാട്ടറാണ്, മറൈൻ വാട്ടറാണ്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആൽഗെ. ഇനി അടുത്ത സെൻറ്റൻസിലെന്ന് പറയുന്നത് ഈ ഒരു സൈനോ ബാക്ടീരിയയുടെ എന്താണ് ഹാബിറ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇവരെവിടെയൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫ്രഷ് വാട്ടറിൽ കാണാൻ പറ്റുന്നത്, ശുദ്ധജലത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ മറൈൻ വാട്ടറിൽ എന്നറിയാമല്ലോ, കടൽ വെള്ളത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആൽഗെ, കരയിലും കാണാൻ പറ്റും ഇവരെ. അപ്പോൾ എവിടെ കാണാൻ പറ്റും, ശുദ്ധജലത്തിൽ കാണാൻ പറ്റും, കടലിൽ കാണാൻ പറ്റും, അതുപോലെ കരയിലും കാണാൻ പറ്റും. ഇനി അടുത്ത സെൻറ്റൻസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. അതെന്ന് പറയുന്നത് എന്താണ്, ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജലാറ്റിനസ് ഷീത്ത്. അതായത് ഇവരുടെ കോളനി എന്താണ്, കോളനി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സൈനോ ബാക്ടീരിയാസ് ഒരുമിച്ച് കൂടിച്ചേർന്ന് അവരെന്തുണ്ടാവും, ഒരു കോളനി രൂപപ്പെടും. ഈ കോളനീസിനകത്ത് എന്തുണ്ടാവും, ആ കോളനി എന്ന് പറയുന്നത് ജനറലി സറൗണ്ടഡ് ബൈ ജലാറ്റിനസ് ഷീത്ത്. അതായത് ഇവരുടെ കോളനീസിന് ചുറ്റും ജെല്ലി പോലെയുള്ള ഒരു പാളി ഉണ്ടാവും. അതിന് നമ്മൾ ജലാറ്റിനസ് ഷീത്ത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരും കൂടെ പറയും മ്യൂസിലേജിനസ് ഷീത്ത് എന്ന് പറയും. അതുണ്ടായിരിക്കും. ഇതിൽ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ചിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഈ നീല കളറിൽ കാണുന്ന സാധനം കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജലാറ്റിനസ് ഷീത്ത് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു സിംഗിൾ സൈനോ ബാക്ടീരിയാസ് ആണ്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ കോളനി ഫോം ചെയ്തിരിക്കുകയാണ്. ഈ കോളനീസിന് ചുറ്റും ഈ നീല കളറുള്ള സാധനമാണ് ഇവരുടെ ജലാറ്റിനസ് ഷീത്ത് അല്ലെങ്കിൽ മ്യൂസിലേജിനസ് ഷീത്ത് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഈ സൈനോ ബാക്ടീരിയനെ കുറിച്ച് പറയുന്നതും ഈ യു ബാക്ടീരിയനെ കുറിച്ച് പറയുന്നതും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നീറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ അത്രയും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അടുത്ത സെൻറ്റൻസ് എന്താണ്, ദേ ഓഫ്റ്റൻ ഫോം
ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്, അതായത് മലിനമായ ജലാശയത്തിൽ ഇവ അതിവേഗം വളർന്നിട്ട് എന്ത് ചെയ്യും, പടരും. അതായത് വാട്ടർ ബ്ലൂംസ് ഉണ്ടാക്കും പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ. അതായത് അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സം ഓഫ് ദീസ് ഓർഗാനിസംസ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെട്രോസിസ്. എക്സാമ്പിൾ നോസ്റ്റാക് ആൻഡ് അനബീന. അതായത് ചില ഇങ്ങനെയുള്ള ബാക്ടീരിയാസിന് എന്തുണ്ട്, അറ്റ്മോസ്ഫിയറിക് നൈട്രജന് മണ്ണിൽ ഉറപ്പിച്ച് നിർത്താനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ പേരാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹെട്രോസിസ്റ്റ്, അതായത് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട് ഹെട്രോസിസ്റ്റ് എന്താണെന്ന്. ഇതാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റാണ് എന്തിന് സഹായിക്കുന്നത്, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. അപ്പോൾ സൈനോ ബാക്ടീരിയയിലുള്ള നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, ഹെട്രോസിസ്റ്റ് എന്ന് പറയും. അപ്പോൾ മനസ്സിലായല്ലോ എൻ്റെ മക്കൾക്കല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, നോസ്റ്റാക് ആൻഡ് അനബീന. നോസ്റ്റാക്കും അനബീനയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. അടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നത്, അടുത്ത സെൻറ്റൻസിൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയനെ പറയുന്നത്. ഈ യു ബാക്ടീരിയനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ ഉണ്ട്, അതുപോലെ ഹെറ്റോട്രോപിക് ബാക്ടീരിയ ഉണ്ട്. കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ oxidize various inorganic substances such as nitrate, nitrites, ammonia and use release energy for ATP production. And അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് they play a great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. അതായത് ഈ ബാക്ടീരിയകൾ നൈട്രേറ്റുകൾ അല്ലെങ്കിൽ നൈട്രൈറ്റുകൾ, അമോണിയ തുടങ്ങിയ അജൈവ വസ്തുക്കളെ, ഇതെല്ലാം എന്താണ്, ഇൻഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതായത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അജൈവ വസ്തുക്കൾ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അതിലൂടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാക്ടീരിയകൾ നൈട്രൈറ്റുകൾ, അമോണിയ തുടങ്ങിയ അജൈവ വസ്തുക്കൾ, അതായത് ഇൻഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇവരൊക്കെ. അപ്പോൾ ഈ ഇൻഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കും. എന്നിട്ട് ആ എനർജി ഉപയോഗിച്ച് സ്വന്തമായിട്ട് ATP ഉണ്ടാക്കും. ഇതാണ് ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തയാണ് നമ്മളുടെ ഹെറ്റോട്രോപിക് ബാക്ടീരിയ. എന്താണ് ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയ എന്ന് പറയുന്നത്? ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നോക്കാൻ പോകുന്നത്. ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയ? ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് ആർ ദ മോസ്റ്റ് അബോണ്ടൻറ്റ് ഇൻ നേച്ചർ. അതായത് നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെറ്റോട്രോപിക് ബാക്ടീരിയ ആണ്. ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയയുടെ പ്രത്യേകതയാണ് ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. അതായത് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് എന്താ ഡീകമ്പോസ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് ഇതിൽ ഭൂരിഭാഗം വസ്തുക്കളെ ചീഞ്ഞു പോകാൻ സഹായിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, അപ്പം നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് പോകണം. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ നമ്മളോട് പറയുന്നത് ഹെറ്റോട്രോപിക് ബാക്ടീരിയാസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയ എന്ന് പറയുന്നത്? ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയനെ കുറിച്ച് പറഞ്ഞാൽ ദേ ആർ ദ മോസ്റ്റ് അബോണ്ടൻറ്റ് ഇൻ നേച്ചർ. അതായത് നമ്മളുടെ പ്രകൃതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെയാണ്? ഈ ഹെറ്റോട്രോപിക് ബാക്ടീരിയാസിനെയാണ്. അതുപോലെ തന്നെ ഇവരെന്താണ്, മെജോറിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. അതായത് ഇവയിൽ ഭൂരിഭാഗവും വസ്തുക്കളെ ചീഞ്ഞു പോകാൻ സഹായിക്കുന്ന ആൾക്കാരുടെ പേരാണ് എന്ത്, ഡീകമ്പോസേഴ്സ് എന്ന്. അപ്പോൾ ഇവരിൽ മെജോറിറ്റിയും ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് മെനി ഓഫ് ദം ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ അഫെയേഴ്സ്. അതായത് ഇവ മനുഷ്യൻ്റെ പല ആവശ്യങ്ങൾക്കും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ വീട്ടിൽ ഈ പാലൊക്കെ വെച്ചിട്ട് തൈരാക്കുന്നൊരു പരിപാടി ഇല്ലേ, അല്ലേ? അപ്പം എന്താണ്, ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. അതായത് പാലിൽ നിന്ന് തൈരാക്കുന്ന പരിപാടി, പാലിനെ തൈരാക്കി മാറ്റുന്ന, ദാറ്റ് ഈസ് ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ഇനി അതേപോലെ തന്നെ ഫിക്സിങ് നൈട്രജനും ലെഗും റൂട്ട്സ്. അതായത് നമ്മളുടെ പഴവർഗ്ഗങ്ങളിൽ, ദാറ്റ് ഈസ് ലെഗൂംസിലെ വേരുകളുടെ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ നൈട്രജൻ ഫിക്സേഷൻ ലെഗും റൂട്ട്സ്
അത് പയറ് വർഗ്ഗങ്ങളിലെ ചെടികളിലെ ലെഗൂംസിൻ്റെ വേരുകളെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹെറ്റോട്രോപിക് ബാക്ടീരിയാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. ഫസ്റ്റ് സെൻറ്റൻസിൽ അപ്പോൾ ഈ ഒരു പേജിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ സം ആർ പാത്തോജൻസ് കോസിങ് ഡാമേജ് ഇൻ ഹ്യൂമൻ ബീങ്, ക്രോപ്പ്, ഫാം ആനിമൽസ് ആൻഡ് പെറ്റ്സ്. അതായത് ഇവയിൽ ചിലത് രോഗമുണ്ടാക്കുന്ന ജീവികളാണ്, അതായത് പാത്തോജൻസ് ആണ്. എന്തിനൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്? മനുഷ്യർക്ക് രോഗം ഉണ്ടാക്കുന്നത്, ഹ്യൂമൻ ബീങ്സിന്, അതേപോലെ തന്നെ ക്രോപ്സിന്, അതായത് വള്ളികൾക്കും, ദാറ്റ് ഈസ് ക്രോപ്സിന്, അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങൾ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാം ആനിമൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെറ്റ്സിന്. അപ്പോൾ ഈ ഒരു പേജിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ സം ആർ പാത്തോജൻസ് കോസിങ് ഡാമേജ് ഇൻ ഹ്യൂമൻ ബീങ്, ക്രോപ്പ്, ഫാം ആനിമൽസ് ആൻഡ് പെറ്റ്സ്. അതായത് ഇവയിൽ ചിലത് രോഗമുണ്ടാക്കുന്ന ജീവികളാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തോജൻസ് എന്ന് പറയുന്നത്. കോസിങ് ഡാമേജ് ടു ഹ്യൂമൻ ബീങ്സ്, അതായത് എന്തിനൊക്കെയാണ് രോഗം ഉണ്ടാകുന്നത്? ഹ്യൂമൻ ബീങ്സിന്, മനുഷ്യർക്ക്, അതേപോലെ തന്നെ രോഗം ഉണ്ടാക്കുന്നതാണ് ക്രോപ്സിന്, അതേപോലെ തന്നെ ഫാം ആനിമൽസ്. അപ്പോൾ അടുത്ത സെൻറ്റൻസിൽ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന ചില രോഗങ്ങളെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ആ രോഗങ്ങളെന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാൻകർ, അതൊക്കെയാണ് എന്ത്? ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെന്ന് പറയുന്നത്. ഈ സിട്രസ് കാൻകർ എന്ന് പറയുന്ന സാധനം അറിയോ? അതെന്ന് പറയുന്നത് ഈ ചെറുനാരങ്ങയെ ബാധിക്കുന്ന രോഗമാണ് സിട്രസ് കാൻകർ. ഇവയാണ് ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന ചില രോഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബാക്ടീരിയ റീപ്രൊഡക്ഷൻ്റെ ഇതെന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. അതായത് ഫിഷൻ വഴിയിട്ടാണ് മെയിൻലി അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ ഫിഷൻ എന്ന് പറയുന്നത്? അതായത് ഒരൊറ്റ കോശം രണ്ടായിട്ട് പിളരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഷൻ എന്ന് പറയുന്നത്. അതുവഴിയിട്ട് എന്ത് ചെയ്യും? പുതിയ ഓസ്പ്രിങ്സിന് ഉണ്ടാക്കും. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ സംടൈംസ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ. അതായത് അൺഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടായെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യില്ല? ഫിഷൻ വഴിയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യില്ല. അതിന് പകരം അവരെന്താണ് ചെയ്യുന്നതെന്നാണ് അടുത്ത ഒരു ഇതിൽ പറയുന്നത്. എന്ത് ചെയ്യും അവർ? അതിന് പകരം അവരെന്തുണ്ടാക്കും? സ്പോർസിന് ഉണ്ടാക്കും. സ്പോർസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ മുട്ടകളെയാണ് നമ്മൾ സ്പോർസ് എന്ന് പറയുന്നത്. അപ്പം ജീവിക്കാൻ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ അവൾ എന്ത് ചെയ്യും? സ്പോർസിന് ഉണ്ടാക്കും. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ ദ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. അതായത് വളരെ ലളിതമായ ഒരു തരം പ്രത്യുൽപാദനം, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവർ നടത്താറുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിൻ്റെ DNA കൈമാറുന്നതാണ്. ദാറ്റ് ഈസ് DNA ട്രാൻസ്ഫർ ആണ് ഈ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവരുടെ ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സാധനമാണ് ഈ ഒരു ചെറിയ പാരഗ്രാഫ് ആണെങ്കിലും നീറ്റിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, ഏറ്റവും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പാരഗ്രാഫാണ്. അത്രയും മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻസ് ഫുള്ളി നിങ്ങൾ പഠിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈക്കോപ്ലാസ്മ. നമ്മൾ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്? ദ മൈക്കോപ്ലാസ്മ ആർ ഓർഗാനിസംസ് ദാറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വാൾ. അതായത് സെൽ വാൾ ഇല്ല. അതുപോലെ തന്നെ ദേ ആർ ദ സ്മോളസ്റ്റ് ലീവിങ് സെൽസ് നോൺ. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ലീവിങ് സെൽ എന്ന് പറയുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മൈക്കോപ്ലാസ്മയാണ്. ഓക്കെ, ഇനി ഇവർക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവനുള്ള കോശങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഏറ്റവും ചെറിയ ജീവനുള്ള കോശങ്ങൾക്ക് സെൽവാളില്ല. അതേപോലെ തന്നെ എന്താണ്? ഇവർക്ക് എന്താണ്? ഓക്സിജൻ ഇല്ലാതെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയൊക്കെ ആണെങ്കിലും ഇവരെന്താണ്? മെനി മൈക്കോപ്ലാസ്മ ആർ പാത്തോജനിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് ഇവ ഭൂരിഭാഗം മൃഗങ്ങളിലും സസ്യങ്ങളിലും എന്ത് ചെയ്യും? രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഈ മൈക്കോപ്ലാസ്മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ഖണ്ഡത്തിലോട്ട് പോവാം.
അപ്പോൾ മക്കളെ, കിൻഡം മൊനേറ പഠിച്ചപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു, നല്ലോണം പഠിച്ചു എന്ന് എനിക്കറിയാം. ഇനി നമ്മൾ അടുത്ത കിണ്ടത്തിലോട്ട് പോവാണ്. അപ്പം നമുക്ക് കിൻഡം മൊനേറയിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ച്? അവരെന്ന് പറയുന്നത് യൂണിസെല്ലാറായിട്ടുള്ള പ്രൊക്കാരിയോട്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ അടുത്ത കിണ്ടത്തിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കിണ്ണം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഓൾ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ പ്രോട്ടിസ്റ്റം. നമ്മൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അകത്ത് ആ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലാതെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഇൻട്രൊഡക്ഷൻ പാർട്ട് നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രമേ കിണ്ടങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഓടിച്ച് പറയുകയുള്ളൂ. അതിൽ ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ തന്നെ. അപ്പോൾ ഈ ഒരു കിണ്ടങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇനി അടുത്ത ലൈനിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് അടുത്ത ലൈനിൽ പറയുന്നത്? ബട്ട് ദ ബൗണ്ടറീസ് ഓഫ് ദിസ് കിങ്ഡം ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നീറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏത് കിങ്ഡത്തിൻ്റെ ബൗണ്ടറിയാണ് വെൽ ഡിഫൈൻഡ് അല്ലാത്തത്? അതാരാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പ്രോട്ടിസ്റ്റയാണ്. അതായത് അപ്പോൾ ഫസ്റ്റ് കിണ്ടത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഏകകോശ ജീവികളെയും, അതായത് സിംഗിൾ സെല്ലായിട്ടുള്ള യുക്കാരിയോട്സിനെ നമ്മൾ പ്രോട്ടിസ്റ്റയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ കിണ്ടത്തിൻ്റെ അതിർവരമ്പുകൾ അത്ര വ്യക്തമല്ല. അതായത് ബൗണ്ടറീസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഡിഫൈൻഡ് അല്ല. എന്തുകൊണ്ടാണ് ഡിഫൈൻഡ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ അതാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. വാട്ട് മേ ബി എ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻ ടു വൺ ബയോളജിസ്റ്റ് മേ ബി എ പ്ലാന്റ് ടു അനദർ. അതായത് ഇപ്പം ഒരു ബയോളജിസ്റ്റിന് നമുക്ക് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നത് പ്രകാശ സംശ്ലേഷണം. അതെനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. നിങ്ങൾക്ക് എൻ്റെ മലയാളം നല്ലോണം പറയാൻ അറിയായിരിക്കും. ആ ഒരു ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്ന സാധനമാണ് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് ടു വൺ ബയോളജിസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ബയോളജിസ്റ്റ് പറയും ഇതിന് ഫോട്ടോസ് നടത്താൻ പറ്റുന്നില്ല, അപ്പോൾ ഇതൊരു പ്ലാന്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പം അതാണ് ഇവരുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ലാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇൻ ദിസ് ബുക്ക് വി ഇൻക്ലൂഡ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ് അണ്ടർ പ്രോട്ടിസ്റ്റ. നമ്മുടെ NCERT പ്രോട്ടിസ്റ്റയുടെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ്, അതുപോലെ പ്രോട്ടോസോവൻസ് ആണ്. അപ്പോൾ ഈ ഒരു മെമ്പേഴ്സിൻ്റെ പേര് നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്ക്. ആരൊക്കെയാണ്? ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ് അണ്ടർ പ്രോട്ടിസ്റ്റ. ഇവിടെ തൊട്ട് നമുക്ക് ചെറിയ നിമോണിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങേണ്ടി വരും. കാരണം നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പം ഫംഗസിലാണ് കുറച്ചും കൂടെ എക്സാമ്പിൾസ് പഠിക്കാനുള്ളതെങ്കിലും പ്രോട്ടിസ്റ്റയിലും എക്സാമ്പിൾസ് പഠിക്കാനുള്ളതുകൊണ്ട് നമ്മൾ നിമോണിക്സ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, ക്രൈസോഫൈറ്റ്സും ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ്, പ്രോട്ടോസോവൻസും നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. ചിന്നു, ഡീനു എല്ലാവരും സ്മാർട്ട് പിള്ളേരാണ്. ചിന്നു എന്ന് പറയുന്നൊരു കൊച്ചാണ്, ഡീനു എന്ന് പറയുന്നൊരു കൊച്ചാണ്. എല്ലാവരും സ്മാർട്ട് പ്ലെയറാണ്. ഓക്കെ, ചിന്നുവിൻ്റെ C എന്താണ്? ക്രൈസോഫൈറ്റ്സ്. ഡീനുവിൻ്റെ D എന്താണ്? ഡൈനോഫ്ലജലേറ്റ്സ്. ഇനി എല്ലാവരുവിൻ്റെ E ആണ് യുഗ്ലിനോയിഡ്സ്. ഇനി സ്മാർട്ടിൻ്റെ S എന്താണ്? സ്ലൈം മോൾഡ്സ്. ആൻഡ് പിള്ളേരാണ് ഫോർ പ്രോട്ടോസോവൻസ്. അപ്പോൾ ചിന്നു, ഡീനു എല്ലാവരും സ്മാർട്ട് പിള്ളേരാണ്. കിട്ടിയല്ലോ? ഇതാണ് ആ ഓർത്തിരിക്കുന്ന ഒരു കോഡ് എന്ന് പറയുന്നത്. ഇതെൻ്റെ കോഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു കോഡ് ജനറേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. അടുത്ത സെൻറ്റൻസ് എന്താണ്? ദ മെമ്പേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ ആർ പ്രൈമർലി അക്വാട്ടിക്. അതായത് ഇവരെപ്പോഴും വെള്ളത്തിലാണ് മക്കളെ. അതായത് പ്രോട്ടിസ്റ്റയിലെ ജീവികൾ പ്രധാനമായും വെള്ളത്തിൽ ജീവിക്കുന്നവരാണ്. അതായത് നമ്മുടെ കള്ളൂരിയന്മാരെ പോലെ തന്നെ ഫുൾ ടൈം വെള്ളത്തിലാണ്. പ്രധാനമായിട്ടും പ്രോട്ടിസ്റ്റയിലെ എല്ലാ മെമ്പേഴ്സും എന്താണ്? വെള്ളത്തിലാണ്. മെമ്പേഴ്സ് ഓഫ് ദ പ്രോട്ടിസ്റ്റ് ആർ പ്രൈമർലി അക്വാട്ടിക്. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ദീസ് കിങ്ഡം ഫോംസ് ദ ലിങ്ക്സ് വിത്ത് അതേഴ്സ് ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംഗസ്. അതായത് ഈ കിങ്ഡം സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗസുകൾ എന്നിവയായിട്ടൊരു ലിങ്ക്, അതായത് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. കാരണം ഇവയെല്ലാവരും എന്താണ്? യുക്കാരിയോട്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദ പ്രോട്ടിസ്റ്റൻ സെൽ ബോഡി കണ്ടെയ്ൻസ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ്. അതായത് നമ്മുടെ ഈ പ്രോട്ടിസ്റ്റൻ സെൽ ബോഡി എന്ന് പറയുന്നത് അവർ യുക്കാരിയോട്സ് ആണല്ലേ. യുക്കാരിയോട്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവും?
വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിന് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ മെമ്പറിൻ ബോണ്ട് ഓർഗനൽസും കാണാൻ പറ്റും. ഇനി സം ഹാവ് ഫ്ലജല്ല, ചിലവർക്ക് എന്തുണ്ടാവും, ഫ്ലജലി ഉണ്ടാവും, ചിലവർക്ക് എന്തുണ്ടാവും, സീലി ഉണ്ടാവും. ഇനി അവരുടെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രോട്ടിസം റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ആൻഡ് സെക്ഷുവലി ബൈ ദ പ്രോസസ് ഇൻവോൾവിങ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. അതായത് നമ്മുടെ ഈ പ്രോട്ടീസ്റ്റൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും. അസെക്ഷുവലി ആകുമ്പോൾ എന്താണ്, സെൽ ഫ്യൂഷനാണ്. സെക്ഷുവലി ആകുമ്പോൾ എന്താണ്, സൈഗോട്ട് ഫോർമേഷനാണ്, അല്ലേ? അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പ്രോട്ടിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്രൈസോഫൈറ്റ്സിലോട്ട് പോകാം. അപ്പം മക്കളെ, ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ക്രൈസോഫൈറ്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇന്ന് ബാക്കിയും കൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർലോഡായി പോകും. അപ്പോൾ പഠിപ്പിച്ച് ഇത്രയും വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നാളെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള നീറ്റ് ആസ്പിരൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടും ലവ് ഒക്കെയാണ് നമുക്ക് മോട്ടിവേഷൻ ആവുക അടുത്തടുത്ത വീഡിയോസ് ചെയ്യാനുള്ള. സോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്.